ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു പെയിന്റിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. ഇത് നമുക്ക് ബോർഡിൽ മാത്രം ചെയ്യണമെന്നില്ല, ഇത് വേണമെങ്കിൽ ബോട്ടിലും ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ബോർഡ് എടുത്തുന്നേ ഉള്ളൂ. ആദ്യമായിട്ട് നമുക്ക് ഇതേപോലെ ഫെവിക്കോൾ എടുക്കാം. ഫെവിക്കോളിലേക്ക് നമുക്ക് കുറച്ച് ടാൽക്കം പൗഡർ മിക്സ് ചെയ്ത് കൊടുക്കാം. ഏത് പൗഡർ വേണമെങ്കിലും ഉപയോഗിക്കാം. ചിലപ്പോൾ നമ്മൾ ഡേറ്റ് ഒക്കെ കഴിഞ്ഞ പൗഡർ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതേപോലത്തെ പൗഡർ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ പൗഡർ എടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് കുറച്ച് ഇട്ട് കൊടുത്താലും മതി. അതിനുശേഷം നമുക്ക് വേണ്ടത് പിന്നെ പെയിൻ്റാണ്. ഞാനിപ്പോൾ ആക്രിലിക് പെയിൻ്റാണ്, റെഡ് കളർ ഉള്ളതാണ് യൂസ് ചെയ്യുന്നത്. ഒരുപാടൊന്നും വേണ്ടി വരില്ല, നമുക്ക് അതിലേക്ക് കളർ കൊടുക്കാനുള്ള ആ ഒരു അളവിലുള്ളതാണ് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത്. കുറച്ച് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് നോക്കുക. കളർ കുറവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഒന്നും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. കാരണം ഈ ഒരു വൈറ്റ് കളറും കൂടെ ഇതിൽ വരുന്നത് കൊണ്ട് റെഡ് കുറച്ച് ചേഞ്ചായി ഒരു പിങ്ക് കളറിലേക്ക് വരും. അപ്പം നിങ്ങൾക്ക് നന്നായിട്ട് റെഡ് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ എമൗണ്ട് റെഡ് കളർ ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കൺസിസ്റ്റൻസി കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ ഫെവിക്കോൾ ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ഈ ഒരു ബോർഡിലേക്കാണ് വരച്ചെടുക്കേണ്ടത്. കൃത്യമായ ഒരു ഷേപ്പൊന്നും ഇല്ല, വരയ്ക്കാൻ അറിയാത്തവർക്ക് വരെ ഈ ഒരു പെയിന്റിങ് ചെയ്യാന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. നമ്മൾ അവിടെ എവിടെയായിട്ടൊക്കെ പൂവ് വരച്ചു കൊടുക്കുക. നമുക്ക് എവിടേക്കാണോ വരയ്ക്കാൻ താല്പര്യം അതുപോലെ വരച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതുപോലുള്ള ഒരു പെയിന്റിങ് നൈഫാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നൈഫ് തന്നെ വേണമെന്നില്ല, വേറെ എന്ത് വേണമെങ്കിലും ഇതേപോലെ കോരി എടുക്കാൻ പറ്റുന്ന സൗകര്യത്തിലുള്ള എന്ത് വേണമെങ്കിലും എടുക്കാം. അതിനുശേഷം ഇതേപോലെ നമുക്ക് കുറച്ച് കോരി എടുത്ത് എവിടെയാണോ ഫ്ലവർ നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. ഒരുപാട് പരത്തി നമ്മൾ പെയിന്റ് ചെയ്തതുപോലെ ആക്കരുത്, കുറച്ചൊരു തിക്നെസ്സിൽ തന്നെ വേണം. ഒന്ന് നമ്മൾ നിരത്തി കൊടുക്കുകയാണ്. ഇതേപോലെ നമുക്ക് എവിടേക്കാണോ പൂവ് വരയ്ക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അവിടെയൊക്കെ ഇതേപോലെ റൗണ്ടിൽ നമുക്ക് ഇതേപോലെ ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഷേപ്പ് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഏത് ഷേപ്പിലുള്ള ഫ്ലവേഴ്സ് വേണമെങ്കിലും ഉണ്ടാക്കാം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഒരു ഇതളിൻ്റെയൊക്കെ ഒരു ഷേപ്പ് വരാനായിട്ട് ഇതേപോലെ കണ്ടോ, ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. വരച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ അടിയിലുള്ള ആ ഒരു ബോർഡിന്റെ കളറ് ഇടയ്ക്കിടയ്ക്കായിട്ട് കാണാം. അപ്പം അത് ഓരോ പെറ്റലായിട്ട് നമുക്ക് തോന്നും. ഇതേപോലെയാണ് നമ്മളിപ്പോൾ വരച്ചു കൊടുക്കുന്നത്. ഒരു റോസ് ഫ്ലവറിന്റെ ഒരു ഷേപ്പിലാണ്. രണ്ട് ഡയറക്ഷനിലേക്ക് മാറ്റി മാറ്റി വരച്ചാൽ മതി. ഇതേപോലെ ഓരോ ഫ്ലവേഴ്സും നമുക്ക് ഇതേപോലെ തന്നെ വരച്ചു കൊടുക്കാം. കണ്ടോ, ഇതേപോലെ രണ്ട് സൈഡിലേക്കും ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി. പൂവിന്റെ വലുപ്പം കൂട്ടണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് പരത്തി വരച്ചു കൊടുക്കുക. അപ്പം പല ഷേപ്പിലുള്ള അല്ലെങ്കിൽ പല വലുപ്പത്തിലുള്ള ഫ്ലവേഴ്സ് നമുക്ക് ഇതേപോലെ വരച്ചെടുക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിന്റെ സ്റ്റെമ്മാണ് ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ പൗഡറും ഫെവിക്കോളും പെയിന്റും മിക്സ് ചെയ്ത് ഈ ഒരു ഗ്രീൻ കളർ ഉണ്ടാക്കിയതാണ്. സ്റ്റെമ്മൊന്നും വരയ്ക്കാൻ പ്രത്യേകിച്ച് വലിയൊരു ബുദ്ധിമുട്ടൊന്നുമില്ല, നേരെ ഇതേപോലെ അങ്ങ് വരച്ചാൽ മതി. ഇനി ഇതിന്റെ ലീവ്സ് വരച്ചു കൊടുക്കാം. ലീവ്സ് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതേപോലെ അങ്ങ് വരച്ചു കൊടുത്താൽ മതി. രണ്ട് സൈഡിലേക്കും വരച്ചതിന് ശേഷം അതിന് മീതെ അടുത്തൊരു ലൈൻ കൊടുക്കുക, പിന്നെ ഒരൊറ്റ ലൈൻ കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മളൊരു ലീഫ് വരച്ചെടുക്കുന്നത്. സിമ്പിളായിട്ട് വരയ്ക്കാൻ ഉള്ള ഒരു ഐഡിയ ആണ് പറഞ്ഞത്. നന്നായിട്ട് വരയ്ക്കാൻ അറിയുന്നവർക്ക് അവരുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് വരയ്ക്കാവുന്നതാണ്. റോസ് ഒന്നും വരയ്ക്കാൻ അറിയില്ല, റോസസ് എങ്ങനെയാ വരയ്ക്കാന്നുള്ളത് അറിയില്ല എന്നൊക്കെ പറയുന്നവർക്ക് ബോട്ടിലൊക്കെ ചെയ്തെടുക്കാൻ നല്ല ഒരു ഐഡിയ ആണ് ഇത്. ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ഫാസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാന്നുള്ളതാണ്. ഉണങ്ങാൻ കുറച്ചൊരു സമയം എടുക്കും സാധാരണ പെയിന്റിങ്ങിനേക്കാളും. കാരണം നമ്മൾ കുറച്ച് കട്ടിയിലാണല്ലോ കൊടുക്കുന്നത്, അതുകൊണ്ട് ഉണങ്ങാൻ കുറച്ച് സമയം എടുക്കും. പക്ഷെ വളരെ ഗ്ലോസിയാണ് നമ്മൾ അത് ചെയ്തെടുത്താൽ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു ക്രാഫ്റ്റ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബൈ ബൈ.